പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്. അതായത് കർത്താവ് എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. ദൈവമേ, നീ അവോയ്ഡ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവം നിന്നെ അവഗണിക്കുന്നു, നിന്നെ ഒഴിവാക്കുന്നുവെന്ന് നിനക്ക് തോന്നിയാൽ, ഇഫ് യു ഹാവ് ദ ഹോളി സ്പിരിറ്റ്, നിനക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ 14:26 പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മളെ അനുസ്മരിപ്പിച്ചു തരും, ഓർപ്പിച്ചു തരും. ഇവിടെയാണ് വി ക്യാൻ മൂവ് വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്. സ്തുതികട ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് നൽകണമേ. ചേർന്ന് പാടാം. സഹായകനായ പരിശുദ്ധാത്മാവേ, എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോകനാഥം പ്രാണനാഥം ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥം പ്രാണനാഥം ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് അതായത് യോഹന്നാൻ 14:26 ഏറ്റുപറഞ്ഞ്, എന്നാൽ എന്റെ നാമത്തിൽ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങളിലൊന്നാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. ഇപ്പോൾ തോമസിലെ പരിശുദ്ധാത്മാവ് ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്ന പുലിവാലുണ്ടായാൽ പോരാ. തോമസ് ഈ വിഷയത്തിൽ കത്തിക്കാളേണ്ടതാണ്. കാര്യം 2-3 പ്രാവശ്യം തോമസ് ഇല്ല, കർത്താവ് വന്നപ്പോൾ തോമസ് ഇല്ല. തോമസ് അവർക്കുള്ള ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. കാര്യം അദ്ദേഹമാണ് ധൈര്യമുള്ള ആൾ കൂടുതൽ. ഇപ്പം അപ്പോസ്തല സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള അടിസ്ഥാനമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് വലിയ അവോയ്ഡിങ് ഉണ്ടാകുന്നത്. യു മസ്റ്റ് സെൻസ് ദിസ് പോയിന്റ്. മനസ്സിലായില്ലേ? ഈ അപ്പോസ്തലന്മാരെ മുഴുവനും 10 പേരെ തിരിപ്പോരണ്ടേ? അവർ കഥ കടച്ചിരിക്കുകയല്ലേ? അവിടെ തലവട്ടം കണ്ട കൊയ്തുകളെ അവർ അവിടെ. പിന്നെ ഇവർക്ക് ഭക്ഷണവും വെള്ളം കൊടുക്കണം ആരാ? തോമസാ. അദ്ദേഹം പുറത്തുപോയി. കുറേ പ്രേക്ഷിതർ ചില സമയത്ത് വന്ന് കംപ്ലൈൻറ്റ് പറയും, അച്ഛാ കർത്താവേന്നും പറഞ്ഞാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് എന്താ അച്ഛാ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കും. ദാറ്റ്സ് കറക്റ്റ്. തോമസാണ് ആദ്യം ചോദിച്ചത്. ആ ചോദ്യം തോമസാണ് ചോദിച്ചത്. കാര്യം ജീവൻ പണയം വെച്ച്, പണ്ട് ജീവൻ പണയം വെക്കാമെന്ന് പറഞ്ഞതാണ് ഈ മനുഷ്യൻ. ആർക്ക്? കർത്താവിന് വേണ്ടി. നമുക്കും പോയി അവനോടുകൂടി മരിക്കാമെന്ന് പറഞ്ഞ 11:28 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11:28 നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാമെന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഇപ്പോഴേ അവൻ്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി അവൻ മരിക്കാൻ പോയിരിക്കുക. ദാറ്റ് ഈസ് തോമസ്. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ അപ്പോസ്തല സമൂഹത്തെ തോമസ് നിലനിർത്തിയത്. ജീവൻ പണയം വെച്ചുകൊണ്ട്. പക്ഷേ ദൈവം അവനെ അവോയ്ഡ് ചെയ്തു. അതാണ് പ്രശ്നം. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ, സന്യാസത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും സമർപ്പണങ്ങൾ കൂടുമ്പോൾ, യു വിൽ ബി അബാൻഡൻഡ്.
നീ അവോയ്ഡ് ചെയ്യപ്പെട്ട വ്യക്തിയായിട്ട് കാണപ്പെടും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ പുരോഹിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ ബിഷപ്പുമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എല്ലാ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സന്യസ്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗതാത വന്ദനം തേ വന്ദനം. ചേർന്ന് പാടാം. സ്നേഹതാത സ്വർഗതാത വന്ദനം തേ വന്ദനം. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധപരമതി വികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. ഇപ്പം നിങ്ങൾ മനസ്സിലായി എങ്ങനെ തോമസ് സഹിക്കും. കണ്ടും ത്രാണിയും തകർന്ന് തരിപ്പണമായി ഇവിടെ എത്തുമ്പോൾ, വേർത്തൊലിച്ച് പരവേശമായിട്ട് ഇവിടെ എത്തുമ്പോൾ ഇവിടേക്കുള്ള അണ്ണന്മാരെല്ലാം പറയണം ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടെന്ന് പറയുമ്പോൾ തോമസ് എന്ത് റെസ്പോൺസ് ചെയ്യണം? അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒന്നും റെസ്പോണ്ട് ചെയ്യണ്ട, നീ ഒന്നും മിണ്ടരുത്. എന്താ മിണ്ടാത്തതിൻ്റെ കാരണം? പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, പഠിപ്പിക്കുകയാണ്. തോമസിനെ പഠിപ്പിച്ചു. 14:26 വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെല്ലാം പഠിപ്പിക്കും. തോമസ്, യു ഫെൽറ്റ് ദാറ്റ് യു ഹാവ് അബാൻഡൻഡ്. നിനക്ക് തോന്നി കർത്താവ് നിന്നെ അവോയ്ഡ് ചെയ്ത പോലെ. പരിശുദ്ധാത്മാവ് പറയുക, അങ്ങനെയല്ല തോമസ്, നിന്നെ വലിയ ഇൻറ്റിമസിയിലേക്ക് ആളെ വിളിക്കുക. അവൻ്റെ നെഞ്ചത്തെ തൊടാൻ, ഹൃദയത്തെ തൊടാനുള്ള ഇൻറ്റിമസിയിലേക്ക് നിന്നെ വിളിക്കുകയാണ്. ദൈവമേതലേ, നിന്നെ അവോയ്ഡ് ചെയ്തു, അവഗണിച്ചു എന്ന് തോന്നുമ്പോൾ നീ യഥാർത്ഥ പ്രേക്ഷിതനാണെങ്കിൽ നിനക്ക് പ്രത്യാശയും സന്തോഷവും ഉണ്ടാകും. എന്താ കാരണം? പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. തോമസിനോട് കർത്താവ് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ചതി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭദ്രാന്മാരെയും കർത്താവന്മാരെയും കർത്താവേ കോപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം തിരസ്കരണങ്ങൾ വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് നോക്കാൻ കൃപ നൽകണമേ. വന്ദനം തേ യോഹന്നാൻ 16:14. സ്തുതിക്കട്ടെ, ശ്രീരൂപ വന്ദനം തേ വന്ദനം. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. ജീവാത്മാവേ, ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. യോഹന്നാൻ 16:14. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കാം. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഫാന്റാസ്റ്റിക്. തോമസിനോട് പറഞ്ഞതാണ്, തോമസ്, യു സീംസ് ടു ബി അവോയ്ഡ് ഇറ്റ്. നീ കർത്താവ് നിന്നെ അവഗണിച്ച പോലെ തോന്നുന്നു. അല്ല തോമസ്, അവൻ്റെ നെഞ്ചത്ത് ഹൃദയത്തെ കൈവെക്കാൻ നിന്നെ അവൻ മൗനമായി വിളിക്കുകയാണ്. അതാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ. ഒരു പക്ഷേ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഹോളി സ്പിരിറ്റ് നിറഞ്ഞ ആളാണ് പെന്തക്കോസ്തേക്ക് മുമ്പേ. എന്താണ്? അവനോടാണ് കർത്താവ് പറഞ്ഞത് വരാനിരിക്കുന്ന കാര്യങ്ങൾ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, തോമസ്, കർത്താവിൻ്റെ നെഞ്ചത്തെ തൊടാൻ,
പുനരുദ്ധാനത്തിന് ശേഷം ആരെയും അനുവദിച്ചിട്ടില്ല, ഇൻക്ലൂഡിങ് ദ മേരി മഗ്ഡലിൻ. അവൻ കർത്താവിലേക്ക് ആഞ്ഞപ്പോൾ പറഞ്ഞു, ഡോണ്ട് ടച്ച് മീ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ലെന്നാണ് പറഞ്ഞത്. ബട്ട് തോമസ്, യു എലോൺ, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ചാൻസ്. നിനക്ക് ചാൻസ് കിട്ടാൻ പോകുന്നു. എന്താണ്? വരൂ തോമസ്, നീ എൻ്റെ നെഞ്ച് തൊടു എന്ന് പറയുന്ന ഇൻറ്റിമസി. ഇറ്റ്സ് കോൾഡ് ഇൻറ്റിമസി. അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ പരിശുദ്ധാത്മാവ് വേണം സഹോദരങ്ങളെ. ആ പരിശുദ്ധാത്മാവാണ് എന്തുകൊണ്ട് അവഗണിച്ചതുപോലെ തോന്നുന്നു അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ, അത് കർത്താവിൻ്റെ ഹൃദയത്തിലെ തൊടുന്നതിന് വേണ്ടി ഒരു ദൈവവിളിയിലേക്ക് കോൾ ടു ഇൻറ്റിമസി. ഈ ഇൻഡിഫറൻസ് എന്തുകൊണ്ട് നിനക്ക് ഫീൽ ചെയ്യുന്നു? ബിക്കോസ് യു ആർ കോളിംഗ് ടു ഇൻറ്റിമസി. എന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു? ആത്മബന്ധം അടുത്ത് വരുന്നു. ആത്മബന്ധത്തിലേക്ക് കർത്താവ് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവഗണിക്കപ്പെടുന്നതായിട്ട് നിനക്ക് അനുഭവങ്ങളുണ്ടാകും. ദൈവത്തിലെ പ്രേക്ഷിതേ, ദൈവത്തിലെ പുരോഹിത, സന്യസ്ത, സമർപ്പിതരെ, കർത്താവിൻ്റെ വചനം കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്ന് തോന്നിയാൽ there is a chance to intimacy. കർത്താവിൻ്റെ ഹൃദയത്തെ തൊടാൻ കർത്താവ് കരുതി വയ്ക്കുന്നു, കർത്താവ് കരുതി കാത്തിരിക്കുന്നു. അതിൻ്റെ അനുഭവങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഹൃദയത്തെ ഞങ്ങൾ സ്പർശിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ കാരുണ്യത്തിലേക്ക് നോക്ക്. ഇതാ ഈശോ ഹൃദയം തുറന്നു വന്നിരിക്കുകയാണ്. ഈശോയെ സ്പർശിക്കുക. സ്നേഹരൂപ വന്ദനം തേ വന്ദനം. എല്ലാവരും ചേർന്ന് സ്നേഹരൂപ വന്ദനം തേ വന്ദനം. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ അവോയ്ഡിങ്ങിൻ്റെ സമയമില്ലേ, അവഗണിക്കപ്പെടുമെന്ന് തോന്നണ സമയമില്ലേ, ഇതാണ് ഇടർച്ചയുടെ സമയം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ സാധ്യതയുള്ളൊരു വിഷയമാണ് ഇടർച്ച. അതെപ്പോഴും എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം. ഇപ്പോൾ 16:1 പറയത്തില്ലേ, ഇപ്പോൾ യോഹന്നാൻ 16:1 നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറുമെന്ന്. യോഹന്നാൻ 16:1 എന്താ വചനം? നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. നിങ്ങൾക്കിടർച്ച ഉണ്ടാവാതിരിക്കാനാണ് ഞാനിത് മുൻകൂട്ടി പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകളില്ലേ, അതായത് ഒരു ഇൻറ്റിമസിയുടെ സാധ്യത, ആത്മബന്ധത്തിൻ്റെ സാധ്യത, ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം നിന്നെ വിളിക്കുമ്പോൾ അത് ആദ്യത്തെ അടയാളം എന്താണ്? അവോയ്ഡിങ് ആണ്. നിന്നെ അവഗണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവഗണിക്കണ കാലത്ത് നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണ്? യോഹന്നാൻ 16:1 എന്താണ്? നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. കർത്താവ് പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ, അല്ലേ? അങ്ങനൊരു വചനമുണ്ട്. എനിക്ക് തോന്നണത് 11 യോഹന്നാൻ മത്തായി ശ്ലീഹായുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 11:6 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:6. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:6 എന്താ ഈശോ പറയണത്? എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ. അത് ഭയങ്കര വിറ്റാണ്. ഈ സാധാരണ ഒരു മനുഷ്യനല്ല ഇടറിയിരിക്കണത്. യോഹന്നാൻ മാന്താനായ എന്ന് പറയുന്ന മനുഷ്യനെ ഇടറിയത്. അപ്പോൾ അപ്പോൾ മനസ്സിലായില്ലേ? ഇടർച്ച നിങ്ങളെല്ലാവരും എന്നിൽ ഇടറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വിശുദ്ധന്മാരുമുണ്ട്, പ്രവാചകന്മാരുമുണ്ട്. എല്ലാവരും ഇടറാൻ പറ്റിയ ഒരാളാണ് ക്രിസ്തു. ക്രിസ്തുവുമായിട്ടുള്ള എല്ലാ സമീപനങ്ങളും വളരെ പ്രിക്കോഷ്യസ് ആയിരിക്കണം.
എന്താ കാര്യം? ദൈവം നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന മുമ്പ് ഒരിടർച്ചയുടെ പരീക്ഷ വെച്ചിട്ടുണ്ട്. ഇടർച്ച പരീക്ഷ. ക്രിസ്തുവുമായി നമ്മളതിനെ പ്രലോഭനം എന്നൊക്കെ പറയും, പക്ഷേ സംഭവം ഇടർച്ച പരീക്ഷയാണ്. ഇടർച്ച പരീക്ഷ എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയണത്. അതാണ് യോഹന്നാൻ 16:1 പറയണത്. എല്ലാവർക്കും ഇടർച്ച പരീക്ഷ ഉണ്ടാകുമെന്ന്. മെത്രാനും പോപ്പിനും ഒക്കെ ഇടർച്ച പരീക്ഷ ഉണ്ടാവും. ആരെയും അവോയ്ഡ് അപ്പോൾ ആരും അവോയ്ഡ് ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത് നിന്ന്. നിങ്ങളെല്ലാവരിലും എന്നെ ഇടറും. പിന്നെന്താണ് കർത്താവിൻ്റെ ആഗ്രഹം? ഇടർച്ച വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കർത്താവിൻ്റെ വചനം നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. കാര്യം ഇടർച്ച വരാതിരിക്കാനുള്ള മെയിൻ പ്രധാനപ്പെട്ട നടപടികളൊന്ന് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കുകയാണ്. കാര്യം മുൻകൂട്ടി പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ എപ്പോഴും നമുക്ക് പറ്റത്തില്ല. എന്താ അച്ഛൻ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനുഷ്യന് വേദന വരത്തില്ലേ? രോഗം, വേദന, തെറ്റിദ്ധാരണ, അവഗണന, ഇങ്ങനെ ഉള്ളം നീറ്റുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ വരുമ്പോൾ ഈ മുൻകൂട്ടി പറഞ്ഞ കാര്യം മറന്നു പോകും. അഥവാ ഈ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറപ്പിക്കണ രീതിയിലാണ് ജീവിതത്തിൽ ഇടർച്ച പരീക്ഷ വരണത്. നമ്മളെല്ലാം പറയും അതൊക്കെ ശരിയാണ് ഞാൻ അപ്പോൾ മറന്നു എന്ന് പറയും. അതൊക്കെ ശരിയാണെന്ന് പറയും. എടി കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇടി ഉണ്ട്. ബൈബിളിൽ ഇങ്ങനെ ഇല്ലേടി? ഉണ്ട്. ഞാനപ്പോൾ മറന്നു പോയി. മുൻകൂട്ടി പറഞ്ഞ കാര്യം മറന്നു പോകും. ഈ യോഹന്നാൻ മാന്താനോട് എന്തെല്ലാം കാര്യം മുൻകൂട്ടി പറഞ്ഞതാ? എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞതാണ്. യോഹന്നാൻ മാന്താന തന്നെ ഈശോനോട് എന്നെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കണത്? ഐസയ്യാ 53 പറഞ്ഞിരിക്കണത്. മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ അത്? യോഹന്നാൻ മാന്താന കർത്താവ് ജ്ഞാനസ്ഥാനപ്പെടുത്തിയ ശേഷം എന്താ പറഞ്ഞത്? ദിസ് ഈസ് ദ ലാം ഓഫ് ഗോഡ് അല്ലേ എന്നല്ലേ പറഞ്ഞത്? യോഹന്നാൻ 1:29. യോഹന്നാൻ 1:29 യോഹന്നാൻ മാന്താന ക്രിസ്തുവിനെക്കുറിച്ച് എന്താ പറഞ്ഞെന്നുണ്ട് അപ്പോസ്തലന്മാരോട്. പ്രത്യേകിച്ച് അങ്ങയുടെ സ്വന്തം ശിഷ്യന്മാരുണ്ടല്ലോ, അന്ത്രയോസിനോടൊക്കെ എന്താ പറഞ്ഞത്? യോഹന്നാനോടൊക്കെ എന്താ പറഞ്ഞത്? ദിസ് ഈസ് ദ ലാം ഓഫ് ഗോഡ്. ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. എന്താ വെച്ചാൽ എന്താ കാര്യം? അത് മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ? ഏതാണത്? ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഐസയ്യാ 53:7. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അത് മുൻകൂട്ടി പറഞ്ഞ കാര്യമല്ലേ? അപ്പം ഐസയ്യാ 53 അനുസരിച്ച് കൊണ്ടാണ് രക്ഷകൻ വന്നിരിക്കുന്നതെന്നും അവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നും മനുഷ്യൻ്റെ പാപങ്ങൾ മോചിക്കണമെന്ന് യോഹന്നാനെ അറിയാം. പറഞ്ഞിട്ടെന്ത് കാര്യം? മുട്ടകടി കൊണ്ട് ജയിലിൽ കിടന്ന് ഭക്ഷണം സമയത്ത് കിട്ടാതെ വന്നപ്പോൾ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി കക്ഷി. അതല്ലേ യോഹന്നാന് പറ്റിയത്? ജയിലിൽ കിടന്ന് മുട്ടകടി കൊണ്ട് കഴിഞ്ഞപ്പോഴേ ഉറക്കം കിട്ടത്തില്ലല്ല. മുട്ടകടി വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഉറങ്ങാൻ പറ്റത്തില്ല. 2 ദിവസത്തെ ഉറക്കം പോയി കഴിഞ്ഞപ്പോൾ സമയത്ത് ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ വിശപ്പും ഉറക്കം നിപ്പും വന്നപ്പോൾ ഐസി അടിച്ചു പോയി. അപ്പോൾ ആരാണ്ട് പറഞ്ഞത് അവിടെ ക്രിസ്തു എന്ന് പറഞ്ഞ ആൾ അന്തർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടർക്ക് കേൾവി നൽകുന്നു, ഊമർക്ക് സംഭാഷണം നൽകുന്നു, മഹോദരക്ക് സെപ്പെടുത്തുന്നു. എല്ലാ പേശികളും എല്ലാ പരിചയം വരെ വന്നിട്ട് ജ്ഞാനസ്ഥാനപ്പെട്ടിട്ട് അവനെല്ലാവരെയും കരുണയൊക്കെ കൊടുത്ത് ആശ്രയിച്ച് വിടുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ യോഹന്നാനോട് ജയിലിൽ കിടന്ന് ചോദിച്ച്, നമ്മുടെ കൈ വിട്ടു പോയെന്നാ തോന്നണം കേട്ടോ, ഇവനൊന്നും അല്ല ക്രിസ്തു എന്ന് പറഞ്ഞ്. എന്നാ കാര്യം? നീ പറഞ്ഞ വീശുമാറൊന്നും അവൻ്റെ കയ്യിലില്ല, പതിരൊന്നും അവൻ കത്തിക്കണില്ല, അതിൻ്റെ കതിര് അവൻ അറപ്പര് ശേഖരിക്കണില്ല, അവൻ്റെ ഒന്നുമില്ല. എല്ലാ വേശികളും വന്നിട്ട് ചെയ്യാനുള്ള എല്ലാ കോപ്പറേറ്റത്തോടും ജീവിതകാലം മുഴുവൻ ചെയ്തിട്ട് ഇപ്പോൾ വന്ന് നല്ല വിള ചമഞ്ഞ് അവൻ്റെ ആശീർവാദം മേടിച്ച് ക്ഷമയും മേടിച്ച് പോകുകയാണ്. ഇതാണ് ക്രിസ്തു. താ പറഞ്ഞ ക്രിസ്തുവിലിടറും. അപ്പോൾ യോഹന്നാനും ഇടറി. യോഹന്നാൻ പറഞ്ഞ് അങ്ങനെയാണാ? അങ്ങനെ സംഭവിച്ചാ? അങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ കണ്ടതല്ലേ. അങ്ങനെ സംഭവിച്ചു. വേശികൾ വന്ന് എന്തുമാത്രം വേശികൾ അവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടതാണ്. ആണോ? അപ്പോൾ യോഹന്നാൻ സംശയം. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ തന്നെ ചെന്ന് ചോദിക്കൂ. എന്താണ് ചോദിക്കണത്? വരാതിരിക്കണവൻ നീയാണോ? ആരാണ് ഇപ്പം ചോദിക്കണത്?
ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ ഇപ്പം മറന്നുപോയില്ല, പറഞ്ഞ കാര്യമെല്ലാം മറന്നുപോയി. ഇപ്പം ചോദിക്കണത് എന്താണ്? വരാതിരിക്കണോ നീ തന്നെയോ അതോ മറ്റുള്ള ആരെങ്കിലും ഞങ്ങളിനി പ്രതീക്ഷിക്കണമോ? തീർന്നില്ലേ ജീവിതം? ഏത് യോഹന്നാൻ മാന്താനായാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും. 16:1 യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ മാന്താന വരെ ഇടറിയിരിക്കുകയാണ്. അപ്പം ക്രിസ്തുവിന് എന്ത് വില കൊടുക്കേണ്ടി വരും? ഉറപ്പല്ലേ? ക്രിസ്തുവിന് എന്ത് വില കൊടുക്കേണ്ടി വരും? വില കൊടുത്ത് വാങ്ങിക്കേണ്ടവനാണവൻ. അതുകൊണ്ട് നിനക്കിടക്ക് വരുന്ന അവോയ്ഡിങ് ഇല്ലേ, അതൊക്കെ കള പൊട്ടെന്ന് വെക്കണം. പറഞ്ഞാൽ മനസ്സിലാകുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ട് നടന്നിട്ടും നമുക്ക് ചില ക്ലേശങ്ങളും രോഗങ്ങളും കടങ്ങളും അപകടങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ പേരും വിലയും മാനവും ഒക്കെ പോകുന്ന രീതിയിലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ വരുമ്പോൾ എന്നാത്തിന് പ്രാർത്ഥിച്ചിട്ട് നല്ല കഥ അവോയ്ഡ് ചെയ്യണ പോലെ തോന്നും. അപ്പോഴെന്താണ്? അതെല്ലാം നിന്നോട് വാങ്ങിക്കുന്ന പ്രൈസാണ്, വില വാങ്ങിക്കുകയാണ്. നിൻ്റെ ഓരോ അപഗണനകളും ദൈവം നിന്നോട് കാണിക്കുന്ന ക്രിസ്തുവിൻ്റെ വിലയാണ്. മനസ്സിലായോ സഹോദരങ്ങളെ? അതായത് നീ അനുഭവിക്കുന്ന ഓരോ അപഗണനകളും ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ദൈവം നിന്നോട് വാങ്ങിക്കുന്ന പ്രൈസാണ്, വിലയാണ്. ഇത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാക്കി തരത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിലെ വിശ്വാസി ആയിരുന്നിട്ടും സൽപ്രവൃത്തി ചെയ്തിട്ടും ഞാൻ അനുഭവിക്കുന്ന ക്ലേശങ്ങള് അവഗണനകള് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി, ക്രിസ്തുവിനെ നൽകാൻ വേണ്ടി ദൈവം വാങ്ങിക്കുന്ന അച്ചാരമാണെന്ന്, അഡ്വാൻസ് ആണെന്ന് തിരിച്ചറിയാനുള്ള ആത്മാഭിഷേകത്താൽ എന്നെ നിറക്കണമേ. വിഷമതകളെ ദുരിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് അങ്ങയോട് കൂടിയായിരിക്കും, അങ്ങയെ നേടുവാൻ വിശ്വസിക്കുന്നു. യേശുവേ ആരാധന. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നു. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നു. സ്നേഹതാത സ്വർഗതാത വന്ദനം സ്വർഗതാര വന്ദനം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് അറിയുകയായിരുന്നു. അഥവാ പരമപിതാവും പരിശുദ്ധാത്മാവും ക്രിസ്തുവിനെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തരികയാണ്. ക്രിസ്തുവിന് അകന്നു പോകാതിരിക്കാനും അവൻ്റെ ആത്മബന്ധത്തിൽ ആഴപ്പെടാനും അഭിഷേകത്തിന് വേണ്ടി ശ്രുതികട ഹല്ലേലൂയ. ക്രിസ്തുവിനെ നേടാൻ വേണ്ടി, ആത്മബന്ധത്തിന് ആഴപ്പെടാൻ വേണ്ടി ഓരോ മകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകളുടെ മേലും മകന്റെ മേലും അങ്ങയുടെ വിശുദ്ധമായ ആണിപ്പെടുതാർന്ന വലത് കരം വെക്കണമേ. ആത്മജ്ഞാനത്തിന്റെ വലത് കരം വെക്കണമേ. കർത്താവേ, അപകടങ്ങൾ ഉണ്ടാകുമ്പോഴേ ആത്മബന്ധം വരാൻ പോകുന്നു എന്നുള്ള സൂചനയാണെന്ന് മനസ്സിലാക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. 14:26 അനുസരിച്ചുള്ള എല്ലാ
കാര്യങ്ങളും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ മക്കളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. 16:14 അനുസരിച്ചുകൊണ്ട് കർത്താവേ, വരാൻ പോകുന്ന കാര്യങ്ങള് അവൻ നിങ്ങളെ പഠിപ്പിക്കുമെന്നറിഞ്ഞതുപോലെ കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ കർത്താവേ, യാബോയുടെയും കർത്താവേ അപകടങ്ങള് ഒഴിവാക്കലുകളൊക്കെ ജീവിതത്തില് അനുഭവിക്കുമ്പോഴേ, കുരിശുകള്, രോഗങ്ങള് പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ടും കർത്താവേ, രോഗങ്ങള് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴ് കർത്താവേ, നിത്യത എന്ന വലിയ ഇന്റിമസിയിലേക്ക് തന്റെ നെഞ്ചിൽ തൊടാൻ, ഹൃദയത്തെ സ്പർശിക്കാൻ തോമസിനെ വിളിച്ചത് ആദ്യം തോമസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് കർത്താവേ, അവഗണിച്ചുള്ള കർത്താവേ. തോമസ് കൂട്ടത്തിൽ ഇല്ലാത്ത സമയം ദൈവമേ എനിക്കറിയാമായിരുന്നു കർത്താവേ, തോമസിന് അറിയത്തില്ലായിരുന്നു അങ്ങ് എപ്പോ വരുമെന്ന്. എല്ലാം അറിഞ്ഞുകൊണ്ട് നീ അവനെ അവഗണിച്ചത്, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിന്റെ ആത്മബന്ധത്തില് അവനെ ആഴപ്പെടുത്താനാണെങ്കിൽ കർത്താവേ, കോടി മക്കള് അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ച് അങ്ങയ്ക്ക് വേണ്ടി കുരിശുകള്, ജീവിതത്തിന്റെ കുരിശുകള്, രോഗങ്ങള്, അപകടങ്ങള് എല്ലാം ഏറ്റെടുത്തിട്ടും കർത്താവേ, അവർ അവഗണിക്കപ്പെടുന്നപ്പോൾ അവരുടെ ഭക്തി നഷ്ടപ്പെടുന്നവരുണ്ട്, വിശ്വാസം നഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവേ. ഈ ശുശ്രൂഷകൾ കർത്താവേ, അവരെല്ലാം തിരിച്ചു വരാൻ ഇടയാക്കണമേ. അവരെല്ലാം ദൈവത്തിലേക്ക് വരാൻ ഇടയാക്കണമേ. അവരെല്ലാം ദൈവത്തിന്റെ മനസ്സറിഞ്ഞ്, സ്നേഹത്തിന്റെ മനസ്സറിഞ്ഞ് ഐക്യപ്പെടാൻ, തിരിച്ചു വരാൻ, അനുരഞ്ജനപ്പെടാൻ ഇടയാക്കണമേ. അപ്പോസ്തലന്മാരെ അയച്ചുകൊണ്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പറഞ്ഞതുപോലെ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, ഈ വചനം കേൾക്കുന്നവര് അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരെ അനുദപിച്ചുകൊണ്ട് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു, കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഇപ്പോൾ അവരിലേക്ക് ചൊല്ലട്ടെ. ഈശോ അവർക്ക് അനുതാപത്തിന്റെ ആത്മാവിനെ നൽകണമേ. ഞങ്ങൾക്കെല്ലാവർക്കും അനുതാപത്തിന്റെ ആത്മാവിനെ നൽകണമേ. ദൈവമേ എന്നെ അവഗണിച്ചു, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണില്ല, ഞാൻ വിശ്വസിക്കണില്ല, കുർബാനയ്ക്ക് പോകുന്നില്ല, എന്നാത്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിടുന്നെങ്കിൽ ഒരു പ്രലോഭനത്തിന്റെ കാലം, ഒരു ഇടത്തക്കാലങ്ങള് കർത്താവേ അറിയാതിരുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് അതിനു വേണ്ടി മാത്രം ആത്മാവില്ലാണ്ടിരുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴ് എല്ലാം ഓർത്തുകൊണ്ട് അനുദപിക്കുന്ന കർത്താവേ, ഈശോ ആത്മാവിനെ നൽകണമേ. ഇടച്ചയുടെ കാലമറിയാൻ ആത്മാവിനെ അറിത്തരണമേ. ഈശോ ആത്മബന്ധത്തിന് ആഴപ്പെടാൻ അങ്ങ് കാണിക്കുന്ന അവഗണനകളുടെ സുവിശേഷ പാഠങ്ങൾ അറിയാൻ കർത്താവേ, വിവേകത്തിന്റെ ആത്മാവിനാൽ നൽകണമേ. ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. എന്റെ കർത്താവേ, 35 കൊല്ലത്തെ പൗരോഹിത്യത്തെ നീ അപ്പോഴനുസ്മരിക്കണമേ. എന്റെ കർത്താവേ, കൃപാസ്ഥാനയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരിലും വിശ്വാസം നിറയണമേ. തകർന്നു പോയവര്, അകന്നു പോയവര്, തളർന്നു പോയവര് എല്ലാവരിലേക്കും കർത്താവിന്റെ ആത്മാവ് നിറയട്ടെ, ആത്മധൈര്യം നിറയട്ടെ. ദൈവത്തിന്റെ അപ്പോസ്തലന്മാരുടെ സുവിശേഷ ശക്തിയാൽ ഞങ്ങള് ഇപ്പോഴ് ആത്മാവിനാൽ ഐക്യപ്പെടട്ടെ, അഭിഷേകം ചെയ്യപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. വന്ദനം ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു പാടുക. ജീവാത്മാവേ, ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നേ. ശ്രീനാഥ സ്വർഗകാര വന്ദനം വന്ദനം. ശ്രീനാഥ സ്വർഗകാര വന്ദനം
വന്ദനം ദേവൻ ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നു ജീവാത്മാവേ സത്യാത്മാവേ ആരാധിച്ചു നമിക്കുന്നു. കൈ നെഞ്ചത്ത് വെക്കുക. രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ നാമത്തെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിപ്പോഴും സുഖപ്പെടും. കർത്താവിൻ്റെ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തും. കർത്താവ് പരിശുദ്ധമ്മ പരപിതാവിൻ്റെയും ഈശോയുടെയും അറിവും അനുവാദവും വാങ്ങിച്ചതാണ് അപ്പോസ്തലന്മാർ ഹൃദയഘടികാരം നെഞ്ചിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഇത്രയും സങ്കീർണമായ ഒരു പ്രത്യക്ഷപ്പെടലിന് തയ്യാറായെങ്കിൽ അത് സ്വർഗമറിയാതെ സംഭവിച്ചിട്ടില്ല സഹോദരങ്ങളെ. ആ വലിയ സംഭവം നടന്ന അൾത്താറയെന്നാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നിന്നെ ഇപ്പോൾ സ്പർശിക്കാം. ദൈവം നിന്റെ രോഗങ്ങളെ ഇപ്പോൾ സ്പർശിക്കാം. കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുമുറുപാർന്ന് വലതുകരം കർത്താവെ രോഗികളുടെ ഇടങ്ങളിലെല്ലാം രോഗമുള്ള ഇടങ്ങളിലെല്ലാം ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ കുരിശുമണ്ഡലത്തിൻ്റെ യോഗ്യതയാൽ മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങളെ ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. വന്ദനം വന്ദനം ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ സ്നേഹത്തോടെ ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. പ്രിയമുള്ളവരെ, വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, അവിടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര്, വരുമാന മാർഗങ്ങൾ, സാമ്പത്തിക മാർഗങ്ങൾ എല്ലാം തകർന്നവര്, കുഞ്ഞുങ്ങളെ പ്രതി വേദന അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, അവിടെ സ്വഭാവ വ്യത്യാസങ്ങളിൽ വേദനപ്പെടുന്നവർ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കൾ ഉണ്ടായിട്ടും അവർ വഴിതെറ്റിപ്പോയവർ, സാമ്പത്തിക ബാധ്യതകളിലും വാടക വീടുകളിലും കഴിയുന്നവർ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഒന്ന് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ, നൈപുണ്യ പരീക്ഷ, യോഗ്യത പരീക്ഷ സംബന്ധമായ കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വിഷയത്തിലെല്ലാം ഇപ്പോൾ തീർത്ത് കൽപ്പിക്കുകയും കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. കർത്താവിന്റെ സഭ പ്രാർത്ഥിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥത്തോട് അകമ്പടി ചേർത്തുകൊണ്ട് ആത്മബന്ധത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ ജീവിത ദുരിതങ്ങള്, ജീവിത ദരിദ്രങ്ങള്, ജീവിത തടസ്സങ്ങള് എല്ലാം ഈ നിമിഷം യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ.
ഈശോ നിങ്ങളെ ആശീർവദിക്കുകയാണ്. തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ കൊണ്ടുവരിക, എന്റെ ഹൃദയത്തിൽ സ്പർശിക്കുക. ആ കർത്താവ് നിനക്ക് വേണ്ടി ഹൃദയം തുറന്നു തന്നിരിക്കുകയാണ്. ഈ കരങ്ങൾ ഉയർത്തി ഈശോയെ സ്പർശിക്കട്ടെ. അവന് ശക്തി നൽകുന്നതിനെ, സൗഖ്യം നിറയട്ടെ. കർത്താവേ, എല്ലാ രോഗികളെയും ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ സ്പർശിക്കണമേ. ഷക്കീന ടിവിയിലും കർത്താവേ യൂട്യൂബ് ചാനലിലും ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ സ്പർശിക്കണമേ. കർത്താവേ, സുവാസന ശുശ്രൂഷകളെ ആശീർവദിക്കണമേ. പരിശുദ്ധപ്പെട്ട പ്രത്യക്ഷീകരണം ഏറ്റെടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. സുവാസനത്തിൽ കർത്താവേ, സ്കൂൾ ഓഫ് ഫോക്കാർഡ് നിർമ്മാണ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,